ഈ അന്താരാഷ്ട്ര ഭീകരന്മാർ എന്ന് പേരെടുത്ത രണ്ടുപേരാണ് ഹെഡ്ലിയും റാണയും എന്നുള്ളത്. ഈ തഹാവൂർ ഹുസൈൻ റാണയൊക്കെ നേരത്തെ തന്നെ ലഷ്കർ എ തോയ്ബയുമായി അസോസിയേറ്റഡ് ആണ് എന്നുള്ള തരത്തിലുള്ളൊക്കെ ഇന്റലിജൻസ് ഏജൻസികളെ സംബന്ധിച്ച്, രാജ്യാന്തര ഇന്റലിജൻസ് ഏജൻസികളെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ വിവരം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തഹാവൂർ ഹുസൈൻ റാണ എന്തിന് ഭാരതത്തിൽ വന്നു എന്നുള്ള ഒരു പരിശോധന ഇവിടെ നടക്കുന്നതിൽ നമ്മുടെ ഏജൻസികൾക്കൊരു പരാജയം സംഭവിച്ചോ? To be very frank, അന്ന് ഈ പറഞ്ഞ മാതിരി അവരെ കൈവശമുള്ളത് ഒരു പാകിസ്ഥാൻ ബാക്ക്ഗ്രൗണ്ട് അല്ല. അവരുടെ കൈവശമുള്ള പാസ്പോർട്ട് കനേഡിയൻ പാസ്പോർട്ടും പിന്നെ ഒരു USA പാസ്പോർട്ടാണ്. അപ്പം അന്ന് ആ കാലങ്ങളിലൊക്കെ USA പാസ്പോർട്ടുമായി വരുന്ന ആൾക്കാരെ നമ്മൾ സംശയിക്കാറില്ല. അതേപോലെ തന്നെ കന്നഡക്കാരെയും നമ്മൾ സംശയിക്കാറില്ല. അപ്പം ഈ സംശയത്തിൻ്റെ ആ സമയത്ത് ഈ പാസഞ്ചർ ചെക്കിങ്ങിൻ്റെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഫുൾ പ്രൂഫ് അല്ല. അത് അന്ന് അങ്ങനെയാണ് അവർ കടന്നു പോകുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് NIA റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ എമിഗ്രേഷനിൽ ചില ചെക്കിങ്ങിൽ ഈവൻ അമേരിക്കൻ പാസ്പോർട്ടുകാരെ തന്നെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ഉണ്ട്. ആ സിസ്റ്റം ഫെയിലിയറിൽ അത് റെക്ടിഫൈ ചെയ്തു ഈ വീഴ്ച കൊണ്ട്. അപ്പം ഇതൊരു വീഴ്ച തന്നെയാണ്. അപ്പോൾ ആ വീഴ്ച ശരിക്കും നമുക്ക്, പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്. ആക്ച്വലി ഈ ഡബിൾ ഏജൻ്റായ ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന അയാളൊരു പാകിസ്ഥാനി, അയാളുടെ പാസ്പോർട്ട് ഉണ്ട് അയാളുടെ കയ്യിൽ വേറെ കൺട്രീസിൻ്റെ പല കൺട്രിയിലെ പാസ്പോർട്ടുണ്ട്. അയാളുടെ ഗേൾ ഫ്രണ്ട്സിൻ്റെ നാടായ മൊറോക്കോയിലത്തെ അവിടെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഇത്തരത്തിൽ ഡീൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസി അയാളുടെ വരവും പോക്കും ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ദാറ്റ്സ് എ ഫെയിലിയർ. അപ്പോൾ ആ ഫെയിലിയർ അന്നത്തെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നു. ആ സിസ്റ്റം അതിനുശേഷം 2009 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ നമ്മുടെ കയ്യിൽ നിന്ന് വീഴ്ച അല്ലാതെ പറയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് തന്നെ അമേരിക്കക്ക് അറിയാമായിരുന്നു ഹീസ് എ ഡബിൾ ഏജന്റ് എന്ന്. പക്ഷേ അമേരിക്കൻ സിറ്റിസണെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ എന്ത് ചെയ്തെന്ന് അവർ നമ്മൾ ഇന്ത്യക്കാരോട് ഇയാൾ ആരാന്ന് ആക്ച്വലി എന്നും ഇയാൾ പാകിസ്ഥാൻ ഇടക്കിടക്ക് പോകാറുണ്ടെന്നുള്ള വിവരം നമ്മൾ അറിയിച്ചിട്ടില്ല. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയമല്ല ഇപ്പോഴും നമുക്കുണ്ടായ നേട്ടം, ഈ നേട്ടം എന്ന് പറയുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത നേട്ടമാണ്. ആ നേട്ടത്തിൽ നമ്മുടെ ഒരു അക്യൂസ്ഡിനെ ഈ പ്രോപ്പർ ഇൻട്രോഗേഷൻ, അതായത് നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിൽ ഇൻട്രോഗേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഹെഡ്ലിയെ നമ്മൾ 3 ദിവസം വെയിറ്റ് ചെയ്ത് അതിനുശേഷം സമയങ്ങളിൽ വാങ്ങിച്ചിട്ടാണ് നമ്മുടെ IG-യും പാർട്ടിയും പോയിട്ട് അദ്ദേഹത്തിന് ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡിംഗ് മാത്രമാണ്. ഇറ്റ് ഇസ് നോട്ട് ഇൻട്രോഗേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൺലി എ റെക്കോർഡിംഗ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എൻ അക്യൂസ്ഡ്. ഇതങ്ങനെയല്ല. നമ്മുടെ NIA ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്പെഷ്യൽ ഫെസിലിറ്റീസിൽ എല്ലാം വാച്ച് ചെയ്ത് അവരുടെ ഇൻട്രോഗേഷൻ്റെ ആ എല്ലാ ടെക്നിക്സ്, അതായത് മോഡേൺ ടെക്നിക്സ്, അതിന് ഒരുപാട് ഇൻട്രോഗേഷൻ റൂം സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടേതായ ഒരുപാട് ഇൻപുട്സ് ഓൾറെഡി ഉള്ള നമ്മുടെ എഫിഷ്യൻ്റായ പ്രൊഫഷണലി ഓഫ് എക്സ്പേർട്സായ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ക്വസ്റ്റ്യൻ ബംബാർഡ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറയാനുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമ്മുടെ ഈ സിസ്റ്റത്തിൽ വല്ല അപാകതകളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനും, കൂടാതെ നമ്മുടെ നാട്ടിൽ ഇനിയും ഇത്തരത്തിലുള്ള റിമിനൻസ്, അതായത് LETയുടെയോ ഹുജിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ മുജാഹിദിൻ്റെയോ ആരെങ്കിലും റെമിനൻസ്, ചെറിയ സ്ട്രെയിൻസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റെയിൻസ് വല്ലതുണ്ടെങ്കിൽ അതും കൂടി നമുക്കിത് പുറത്തേക്കാൻ പറ്റും. അതാണ് നമുക്ക് ഒരു മെച്ചം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ഓഫീസർമാർ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ടെററിസം ഇന്ന് ഇന്ത്യന്ന് ഒരുപാട് ഭരണകൂടമാണ് രാജ്യത്ത് ഉള്ളത് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്.